ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ലാസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സപ്പോർട്ട്സ് ആൻഡ് കൊളാബറേഷൻസ് ഫോർ ഇൻക്ലൂസീവ്. അപ്പോൾ ഇതിന് മുന്നത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് കോമൺ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അതായത് ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കുറേ കോമൺ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ ഇഷ്യൂസ് അല്ലെങ്കിൽ അതിന് കുറേ ചാലഞ്ചസ് ഒക്കെ നമുക്ക് നേരിടാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നതാണ് നമുക്കിതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. പലതരത്തിലുള്ള ലേണിംഗ് നീഡ്സ് ആവുമല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുക. മീറ്റിംഗ് ദ വേരിയഡ് ലേണിംഗ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ആൻഡ് ഡിസബിലിറ്റീസ്. എബിലിറ്റീസുടെയും ഡിസബിലിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ആവശ്യം പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. പ്രൊവൈഡിങ് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ നീഡിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും അതൊരു ചാലഞ്ച് തന്നെയാണ്. അടുത്ത എന്താണ്, ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. മാനേജിങ് എ ക്ലാസ് റൂം വിത്ത് സ്റ്റുഡൻസ് ഓഫ് വേരിയിങ് എബിലിറ്റീസ് ആൻഡ് നീഡ്സ്. തീർച്ചയായിട്ടും ഒരു ടീച്ചറെ സംബന്ധിച്ചിട്ട് ഒരു ക്ലാസ്സിൽ പലതരത്തിലുള്ള എബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള നീഡ്സ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം എൻവയൺമെൻറ്റ്. അതും അവർ ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലായിക്കോട്ടെ, അതേപോലെ തന്നെ അധ്യാപകരും കുട്ടികളും തമ്മിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവിടെ കറക്റ്റായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള പരസ്പരം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെന്താ, ടീച്ചർ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. എൻഷുറിംഗ് ടീച്ചേഴ്സ് ഹാവ് ദ നെസസറി ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു എഫക്റ്റീവ്ലി മാനേജ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പാകത്തിനുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും ടീച്ചർമാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രൊവൈഡിങ് ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ റിസോഴ്സുകൾ എന്തൊക്കെ തരത്തിലുള്ള സ്രോതസ്സുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലിമിറ്റഡ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ടെക്നോളജി, മെറ്റീരിയൽസ് ആൻഡ് പേഴ്സണൽ. ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ടെക്നോളജികൾ, റിസോഴ്സുകൾ നമുക്ക് കിട്ടായ്മ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. ഇൻസഫിഷ്യൻറ്റ് ഫണ്ടിങ് ടു സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ്. ആവശ്യത്തിനുള്ള പൈസ ഫണ്ട് ഇറക്കാനായിട്ട് പറ്റായ്മ, അതും ഒരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ എന്നാൽ പാരൻ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. പാരൻസിൻ്റെ മീൻസ് അതിൽ എല്ലാ കുട്ടികളുടെയും കേട്ടോ, അതിപ്പോൾ നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവരുടെയും പാരൻസിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയും ഒക്കെ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായ രീതിയിൽ നമുക്ക് ആവശ്യമാണ്. എൻഗേജിങ് പാരൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻ സപ്പോർട്ടിങ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ടു പ്രൊവൈഡ് അഡീഷണൽ റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ഒരു എൻഗേജിങ് നമുക്ക് ആവശ്യമാണ്. കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ പാരൻസിൻ്റെ ആണെങ്കിലും അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അഡീഷണൽ റിസോഴ്സുകളും സപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ആണ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ പറയാം, ഡെവലപ്പിംഗ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ്സ് ദാറ്റ് ആർ ഫെയർ ആൻഡ് ആക്സസിബിൾ ഫോർ ഓൾ സ്റ്റുഡൻസ്. ഓരോ കുട്ടികളെയും ഓരോ രീതിയിലായിരിക്കും നമ്മൾ അസസ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഒരു ചാലഞ്ച് തന്നെയാണ്. അക്കോമഡേറ്റിംഗ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് നീഡ്സ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലും നീഡ്സും ഒക്കെ നമ്മൾ അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് പിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആ ഒരു എത്രത്തോളം സമൂഹം നമ്മളെ ആ കുട്ടികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും, അതേപോലെ തന്നെ കുട്ടികൾ തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ്. ഫോസ്റ്ററിങ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് പോസിറ്റീവ് റിലേഷൻഷിപ്സ് എമംഗ് സ്റ്റുഡൻസ്. അഡ്രസ്സിങ് ബുള്ളിയിങ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. പരസ്പരം കുറ്റപ്പെടുത്തലുകളോ കളിയാക്കലുകളൊക്കെ ഒഴിവാക്കുക, അതേപോലെ തന്നെ കുട്ടികൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്നത് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. കൾച്ചറലായിട്ടായിക്കോട്ടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടായിക്കോട്ടെ അവിടെയൊക്കെ എന്തുണ്ട്, നമുക്ക് ഡൈവേഴ്സിറ്റീസ് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതിനെയൊക്കെ നമ്മളവിടെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഡൈവേഴ്സ് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്സ്. പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ സ്റ്റുഡൻസ് ഹു ആർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ അവരുടെ ലാംഗ്വേജിൻ്റെയും കൾച്ചറിൻ്റെയും വ്യത്യാസം അനുസരിച്ച് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് എവിഡൻസ് ബേസ്ഡ് ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. ക്ലാസ് റൂം ബിഹേവിയറിൻ്റെ നമ്മൾ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് എന്താ പറയാനുള്ളത്, അറേഞ്ച് സീറ്റിംഗ് ടു ഫെസിലിറ്റേറ്റ് ഇൻറ്ററാക്ഷൻ, മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് പ്രൊമോട്ട് എൻഗേജ്മെൻറ്റ്. കുട്ടികൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, പക്ഷേ ഡിസ്ട്രാക്ഷൻ വരാനും പാടില്ല. അങ്ങനെ അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടുന്ന തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആയിരിക്കണം. കൺസിഡർ ഫ്ലെക്സിബിൾ സീറ്റിംഗ് ഓപ്ഷൻസ് ടു അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ്.
ഏത് ലേണിംഗ് സ്റ്റൈലാണെങ്കിലും അതിനെയൊക്കെയും അതേപോലെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റിംഗ് ഓപ്ഷൻസ് വേണം നമ്മളവിടെ കൊടുക്കാനായിട്ട്. പിന്നെ ഷെഡ്യൂളിൻ്റെ കാര്യം വരുമ്പോഴോ, ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് ഷെഡ്യൂൾ ടു എസ്റ്റാബ്ലിഷ് റുട്ടീൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ടൈമിൻ്റെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റുട്ടീൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അലൗ ഫോർ ഫ്ലെക്സിബിലിറ്റി ടു അക്കോമഡേറ്റ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഓർ സ്റ്റുഡൻറ്റ് നീഡ്സ്. ഇപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂകളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളായിക്കോട്ടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. പിന്നെ വരുന്നത് പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അഡ്ജസ്റ്റ് ദ പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു മീറ്റ് ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ്റെ ആ ഒരു എന്താ പറയുക സ്പീഡായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. യൂസ് സ്ട്രാറ്റജീസ് സച്ച് ആസ് ചങ്കിങ്, സ്കഫോൾഡിങ് ആൻഡ് ആക്സിലറേഷൻ ടു സപ്പോർട്ട് ലേണിംഗ്. ഇപ്പോൾ സ്പീഡ് കൂട്ടി വിടേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ, സ്പീഡ് കുറച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ, റിപ്പീറ്റ് ചെയ്ത് വരേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ്റെ രീതിയിൽ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കണം. പിന്നെന്താ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാൻ സ്മൂത്ത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ടു മിനിമൈസ് ഡിസ്റപ്ഷൻസ്. ഒരു ചേഞ്ച് ഒരു ആക്ടിവിറ്റീസിൻ്റെ ഇടയിലായിക്കോട്ടെ, തിയറട്ടിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മാറുന്നു, അവിടെ നിന്ന് വീണ്ടും വേറെ എന്തെങ്കിലും ഒരു റോൾ പ്ലേ പോലത്തെ സംഭവങ്ങൾ അങ്ങനത്തെ അതിലേക്ക് മാറുന്നു. അങ്ങനെ പല സംഭവങ്ങളിലേക്ക് പല മെത്തേഡുകളിലേക്ക് ട്രാൻസിഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. യൂസ് വിഷ്വൽ ടൈമേഴ്സ്, വാർണിംഗ്സ് ആൻഡ് റിമൈൻഡേഴ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ ഫോർ ട്രാൻസിഷൻ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ടൈമറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓരോന്നും എൻ്റെ ചെയ്ത് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ടൈമർ അതേപോലെ തന്നെ വാർണിംഗ് ബെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്ലാസ് റൂം എൻവയൺമെൻറ്റ്. ക്രിയേറ്റ് എ വെൽക്കമിങ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയൺമെൻറ്റ്. കുട്ടികൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവർക്കത് എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ് റൂം എൻവയൺമെൻറ്റ് ഒരുക്കി കൊടുക്കണം. ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് വർക്ക്, യൂസ് കാമിങ് കളേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ എ ക്ലട്ടർ ഫ്രീ സ്പേസ്. അവർക്ക് ഇങ്ങനെ ഇരിക്കാനും അതിനെ ഇടപഴകാനൊക്കെയുള്ള ഒരു സൗകര്യവും അതേപോലെ വർക്ക് ചെയ്യാനുള്ള, അതേപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഇഷ്ടപ്പെടുന്ന തരത്തിൽ കളേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ഒരു ചുറ്റുപാട് അവർക്കവിടെ പ്രൊവൈഡ് ചെയ്യാം. ബിഹേവിയറൽ എക്സ്പെക്ടേഷൻസ്. ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ബിഹേവിയറൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് കോൺസിക്വൻസസ്. അവരുടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളാണ് നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺസിക്വൻസുകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. എൻകറേജ് പോസിറ്റീവ് ബിഹേവിയർ ത്രൂ റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ എന്താ ടെക്നോളജി ഇൻറ്റഗ്രേഷൻ. യൂസ് ടെക്നോളജി ടു എൻഹാൻസ് ഇൻസ്ട്രക്ഷൻ എൻഗേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. കൺസിഡർ ഡിജിറ്റൽ ടൂൾസ് ഫോർ ലെസൺ പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക്. ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കണം, ആ ഒരു തമ്മിലുള്ള ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. ബി പ്രിപ്പയർഡ് ടു അഡാപ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആസ് നീഡഡ്. സ്റ്റേ ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോൺസീവ് ടു സ്റ്റുഡൻറ്റ് നീഡ്സ് ആൻഡ് ഫീഡ്ബാക്ക്. വളരെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുക. ചേഞ്ചസ് വരുത്തേണ്ട സമയത്ത് ചേഞ്ചസ് വരുത്താൻ പാകത്തിന് തന്നെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. അടുത്ത ടോപ്പിക്ക് ഫോസ്റ്ററിങ് ഫാമിലീസ്, സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്സ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫാമിലിയുടെയും സ്കൂളിൻ്റെയും കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കിട്ടുക എന്നാണ് പറയണം. ഫസ്റ്റ് ഫാമിലി സപ്പോർട്ടിൽ നമുക്ക് എന്തൊക്കെ പറയാം, പാരൻറ്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ. ഇത് ഈ പറയുന്ന ഓരോ പോയിന്റ്സിലും നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ എഴുതാട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതുക ഇതേപോലെ പഠിക്കുക എന്നുള്ളതല്ല കാര്യം, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. ഇതൊരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഫാമിലി സപ്പോർട്ടിൽ എന്തൊക്കെ വരുന്നു, പാരൻറ്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ. പാരൻറ്റും ടീച്ചറും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പാരൻറ്റ് എഡ്യൂക്കേഷൻ, പാരൻറ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് കുട്ടിയുടെ ഒരു അവസ്ഥ, അവിടെ നമ്മൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള രീതിക്ക് പാരൻറ്റിന് കറക്റ്റായിട്ടുള്ള കൗൺസിലിങ്ങും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സപ്പോർട്ടിനെ കുറിച്ചിട്ട്. പിന്നെ ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, എൻകറേജിങ് ഫാമിലീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്കൂളിലെ കാര്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യണം, ഈ പാരൻസിനെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അവർക്കും ആ ഒരു ഇൻവോൾവ് ആവുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഈ സ്കൂൾ സപ്പോർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇൻക്ലൂസീവ് സ്കൂൾ കൾച്ചർ, ക്രിയേറ്റിംഗ് എ വെൽക്കമിങ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ കൾച്ചർ ദാറ്റ് വാല്യൂസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊമോട്ട്സ് ഇക്വിറ്റി. ആ ഒരു ഡൈവേഴ്സിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കൂൾ എൻവയൺമെൻറ്റ് നമ്മളവിടെ ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ ടീച്ചർ ട്രെയിനിങ്, ടീച്ചേഴ്സിന് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സപ്പോർട്ട് സ്റ്റാഫ്, ഇത് ടീച്ചർ കുട്ടി എന്നുള്ള രണ്ട് വിഷയങ്ങളല്ല അവിടെയുള്ളൂ, അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകൾ നമുക്ക് ആവശ്യമുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ കൗൺസിലേഴ്സ്, അങ്ങനെ അഡീഷണൽ സപ്പോർട്ട് സ്റ്റുഡൻസിന് കൊടുക്കാൻ ഭാഗത്തിനുള്ള എക്സ്ട്രാ സ്റ്റാഫുകൾ, സപ്പോർട്ട് സ്റ്റാഫുകളും അവരവിടെ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ്, സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇടപെടൽ.
Community resources, partnering with community organization to provide resources and services that support students and families. സ്റ്റുഡൻസിനെയും ഫാമിലീസിനും സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള എന്താ പറയുക റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ വളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു വളണ്ടിയർ ഇൻ സ്കൂൾസ് ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻറ് ലേണിംഗ്. അപ്പോൾ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും സ്കൂളുകളിലെ കാര്യങ്ങളിൽ വളണ്ടിയർ ആയിട്ട് നിൽക്കാനും പാകത്തിനുള്ള വളണ്ടിയേഴ്സ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനും ഈ പറയുന്ന സമൂഹത്തിൽ നിന്നും ആളുകൾ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരേണ്ടതുണ്ട്. കൊളാബറേഷൻ വിത്ത് ലോക്കൽ ബിസിനസ്സസ്, partnering with local businesses to provide job training, mentorship and career development opportunities. ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും ലോക്കൽ ബിസിനസ്സുകാരുടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കണം, കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഇടപെടൽ നമുക്കവിടെ ആവശ്യമായിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് വരുന്നത് ടീച്ചേഴ്സ് റോൾ ഇൻ ഇൻക്ലൂസീവ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇത്തരത്തിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ ടീച്ചേഴ്സിൻ്റെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്നാണ് വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിൻ്റെ റോൾ അത്രയും പ്രാധാന്യമുള്ളതാണ്. ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും, അതിനനുസരിച്ച് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കണം. ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്, ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ ഇൻഡിവിജ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കൊളാബറേഷൻ വിത്ത് സപ്പോർട്ട് സ്റ്റാഫ്, മറ്റുള്ള നമ്മൾ കൗൺസിലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് സ്റ്റാഫുകളുമായിട്ടൊരു കൊളാബറേഷൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. അസസ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് മോണിറ്ററിങ്, കറക്റ്റായിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നത് അസസ് ചെയ്യേണ്ടത് അവിടെ ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലീസ്, ഫാമിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആരുടെ റോളാണ്, ടീച്ചറുടെ റോളാണ്. കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, എന്താണ് ഇനി വേണ്ടതെന്നൊക്കെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ടീച്ചറാണ്. പ്രൊമോട്ടിങ് സോഷ്യൽ ഇൻക്ലൂഷൻ, ഇപ്പോൾ സാമൂഹികമായിട്ട് ആ ഒരു എന്താ പറയുക സൊസൈറ്റിക്ക് കൂടാതെ അവരെ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു എമ്പത്തിയും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും അക്സെപ്റ്റൻസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഈ ടീച്ചേഴ്സിനെ കൊണ്ട് സാധിക്കണം. പിന്നെ എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, എൻഗേജസ് ഇൻ ഓൺ ഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, സ്വയം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അവർ സ്വയം ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണ്, റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിനായിട്ടും പാലിക്കേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നൊക്കെ അവരവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കാനായിട്ടുള്ളൂ. താങ്ക് യു.